ICC T20 ലോകകപ്പിലെ മത്സരങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി കിരീട പ്രതീക്ഷകളുമായി മുന്നിട്ട് നിൽക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം. ഇത്തവണ തങ്ങൾ ഒരുങ്ങി തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് 2 തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിന്റെ ഈ ലോകകപ്പിലെ ഈ പ്രാവശ്യത്തെ കുതിപ്പ്. നിലവിൽ ടൂർണമെന്റിലെ സൂപ്പർ 8ലേക്ക് ടിക്കറ്റ് എടുത്ത ആദ്യത്തെ ടീമായി മാറിയത് ഒരു കാലത്തെ ക്രിക്കറ്റ് ലോകത്തെ അഗ്രഗണ്യരായ കരീബിയൻ പടയാണ്. ഗ്രൂപ്പ് സിയിലെ 3ാം റൗണ്ട് മത്സരത്തിൽ അസോസിയേറ്റ് ടീമായ നേപ്പാളിനെ 9 വിക്കറ്റിന് തകർത്തതോടെയാണ് ഒരു കളി ബാക്കി നിൽക്കെ വെസ്റ്റ് ഇൻഡീസ് അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഹാട്രിക് തോൽവികൾ ഏറ്റുവാങ്ങിയ നേപ്പാൾ പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ T20 ലോകകപ്പിൽ ഇത്തവണ ഇതിനകം കളിച്ചിട്ടുള്ള 3 മത്സരങ്ങളിലെ പ്രകടനം നോക്കിയാൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് അടക്കം പരിഗണിക്കുകയാണെങ്കിൽ കിരീട ഫേവറേറ്റുകളിൽ വെസ്റ്റ് ഇൻഡീസിനെയും തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ ഒരുപോലെ സന്തുലിതമാണ് ഷായ് ഹോപ്പ് നയിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ടീം. 2010കളിലേതുപോലെ അവരുടെ ടീമിൽ T20 സ്പെഷ്യലിസ്റ്റുകളായ വെടിക്കെട്ട് ബാറ്റർമാരുടെ ഒരു മികച്ച നിരയുണ്ട്, യൂട്ടിലിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഗുഡഘോഷ് മോട്ടിയെ പോലുള്ള, റോസ്റ്റൻ ചേസിനെ പോലുള്ള, അഖിൽ ഹുസൈനെ പോലുള്ള മികച്ച ബോളേഴ്സ് ഉണ്ട്. അതിനൊപ്പം പരിചയസമ്പന്നനായ ജേസൽ ഹോർലിനെ പോലെയുള്ള ഒരു മുൻ നായകനും അവർക്കൊപ്പമുണ്ട്. ഏതായാലും സൂപ്പർ 8ലേക്ക് വന്നാൽ ഇന്ത്യക്കൊപ്പം തന്നെയാകും വെസ്റ്റ് ഇൻഡീസും ഉണ്ടാവുക എന്നത് തീർച്ചയായും ഇന്ത്യക്കൊരു കൺസേൺ തന്നെയാണ്. സൂപ്പർ 8ന്റെ ഗ്രൂപ്പ് 1ലാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഇനി പോരടിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ നേപ്പാളിനെതിരെ വളരെ ഈസി ആയിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു കയറിയത്. ഇതേ നേപ്പാൾ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചത് എന്നോർക്കണം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് അയക്കപ്പെട്ട നേപ്പാളിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ദീപേന്ദ്ര സിംഗ് ഏറിയുടെ 58 റൺസായിരുന്നു അവരുടെ ഇന്നിങ്സ് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത്. ജേസൺ ഹോൾഡർ മുൻ നായകൻ 4 വിക്കറ്റുകൾ പിഴുതെടുക്കുകയുണ്ടായി. മറുപടിയിൽ ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ 61 നോട്ടൌട്ട്, ഷിംറാൻ ഹെറ്റ്മെയറിന്റെ 46 നോട്ടൌട്ട്, ഈ ഇന്നിങ്സുകൾ വെസ്റ്റ് ഇൻഡീസിന് വെറും 15.2 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. സത്യത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ സ്വപ്ന സമാനമായ ഒരു തിരിച്ചുവരവ് തന്നെയാണിത്. സൂപ്പർ താരങ്ങളൊക്കെ വിരമിച്ചപ്പോൾ അവർ ഈ ലോകകപ്പിൽ എവിടെയും എത്തില്ലെന്ന് കരുതിയവർ ഏറെയായിരുന്നു. നിക്കോളാസ് പൂരനെ പോലുള്ള ഒരു താരം അകാലത്തിൽ വിരമിച്ചപ്പോൾ ഇത് വെസ്റ്റ് ഇൻഡീസിന് അടിയാവുമെന്ന് കരുതിയവർ ഏറെയായിരുന്നു. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് അസാമാന്യമാം വണ്ണം അവിശ്വസനീയമായി ഒരു ടീമെന്ന നിലയിൽ ഒത്തൊരുമയോടെ ഒരു കോമ്പിനേഷനായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകകപ്പിൽ. തീർച്ചയായും ഇത് വെസ്റ്റ് ഇൻഡീസിന്റെ അതിശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഒരു കാലത്ത് നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് ഇല്ലാതെ ഒരു ക്രിക്കറ്റ് ലോകം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അത് ഏകദിനമായാലും ടെസ്റ്റ് ആയാലും ലോകത്ത് എവിടെയും ആരാധകരുള്ള ടീമായിരുന്നു അത്. ഫുട്ബോളിൽ ബ്രസീൽ എന്താണോ അതുപോലെ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തുടർച്ചയായി 2 ഏകദിന ലോകകപ്പുകൾ നേടിയ ടീമായിരുന്നു അത്. 70കളും 80കളും 90കളുടെ മധ്യപകുതി വരെയും ക്രിക്കറ്റിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നു വിൻഡീസുകാർ. ലോക ക്രിക്കറ്റ് ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു പിടി അധികായരായ താരങ്ങളുടെ തേരോട്ടങ്ങൾ ദർശിച്ച ടീമായിരുന്നു അത്. ക്ലൈവ് ലോയിഡും, മാർക്കം മാർഷലും, ആൻഡി റോബർട്ട്സും, ഗോർഡൻ ഗ്രീനിഡ്ജും, ഡെസ്മൺ ഹെയ്ൻസും, വിവിയൻ റിച്ചാർഡ്സും, ബ്രയാൻ ലാറയും, ശിവനാരായൺ ചന്ദ്രപോളും, കാൾ ഹൂപ്പറും, കേർട്ട്ലി ആംബ്രോസും, കോട്ട്നി വാൽഷും തുടങ്ങി പുതുകാലഘട്ടത്തിലെ ക്രിസ് ഗെയിലും, ഡൈൻ ബ്രാവോയും, കീറൻ പൊള്ളാർഡും, ആന്ദ്രെ റസലും, മർലോൺ സാമുവൽസും വരെ ആർക്കും പരിചിതരും ഇതിഹാസങ്ങൾ രജിസ്ട്രിതമായ ക്രിക്കറ്റ് താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം. ഫുട്ബോളിലെ സാംബ സംഗീതം പോലെ ക്രിക്കറ്റിൽ മുഴങ്ങിക്കേട്ട കലിപ്സോ സംഗീതം, ആ ഒരു താളം. പൊതുവെ വെസ്റ്റ് ഇൻഡീസ് എന്നത് ഒരു പറ്റം സ്വതന്ത്ര രാജ്യങ്ങളെയും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്ത കോളനികളെയും ഒരുമിച്ച് പറയുന്ന പേരാണ്. തെക്കേ അമേരിക്കയ്ക്കും വടക്കേ അമേരിക്കയ്ക്കും ഇടയ്ക്കുള്ള ഒരു പറ്റം ദ്വീപുകളാണവ. ജമൈക്ക, ബാർബഡോസ്, ആൻറ്റിഗ ആൻഡ് ബർബുഡ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെയുള്ള ചില സ്വതന്ത്ര രാജ്യങ്ങളും ഇതുവരെ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ബ്രിട്ടീഷ് കോളനികളും ഉൾപ്പെട്ടതാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അസോസിയേഷൻ. കൂട്ടത്തിൽ തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗയാനയും കൂടി ഇതിനകത്തേക്ക് വരുന്നു. ക്ലൈവ് ലോയിഡ്, കാൾ ഹൂപ്പർ, ശിവനാരായൺ ചന്ദ്രപോൾ, രാം നരേഷ്, സർവൻ തുടങ്ങിയവർ ഗയാനക്കാരായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം രാജ്യങ്ങൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹം, അതായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. അങ്ങനെ ഒരു ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. പൊതുവെ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ നമുക്കറിയാം ആഘോഷങ്ങൾക്കും അമിത വൈകാരികതയ്ക്കും പേര് കേട്ടവരാണ്. ക്രിസ് ഗെയിലിൻ്റെ ഗൻ ആൻഡ് ഡാൻസും, ഡ്വൈൻ ബ്രാവോയുടെ ആഘോഷങ്ങളും, മർലോൺ സാമുവൽസിൻ്റെ ആറ്റിറ്റ്യൂഡും എല്ലാം പല കാലങ്ങളിലായി ചർച്ചയായിട്ടുണ്ട്. അവയൊക്കെയും നമ്മൾ ആഘോഷിച്ചിട്ടുമുണ്ട്. 90കൾക്ക് ശേഷം ടീമിൽ പൊട്ടിപ്പുറപ്പെട്ട പടലപ്പിണക്കങ്ങൾ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ അടിവേരിളക്കുകയായിരുന്നു. പിന്നീട് ആദ്യകാലങ്ങളിൽ ടോപ്പ് ഗിയറിലായിരുന്നു അവരുടെ യാത്ര. ആ മേധാവിത്വം 90 വരെ തുടരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലെ മുടിചൂടാമന്നന്മാരായിരുന്നു അവർ. 6 അടി പൊക്കമുള്ള ബൗൺസർ വീരന്മാരായിരുന്നു അവരുടെ എക്കാലത്തെയും മികച്ച ആയുധങ്ങൾ ആ സമയത്ത്. ആൻഡി റോബർട്ട്സും, ജോയൽ ഗാർണറും, മൈക്കൽ ഹോൾഡിങ്ങും, മാൽക്കം മാർഷൽ അങ്ങനെ തുടങ്ങിയവരിൽ കൂടി കടന്നുപോയ ആ ഒരു ലെഗസി പിന്നീട് കേർട്ട്ലി ആംബ്രോസ്,
കോട്നി വാൾഷ് ദ്വയം വരെ ചെന്ന് നിന്നിരുന്നു ഒരു ഘട്ടത്തിൽ. തുടർന്നും ചില മിടുക്കന്മാരായ പേസ് ബോളർമാർ, ജെറോം ടൈലറിനെ പോലുള്ളവർ, എഡ്വേർഡ്സിനെ പോലെയുള്ളവർ, കെമർ റോഷിനെ പോലുള്ളവർ വന്നെങ്കിലും ആ പേര് പിന്നീട് നിലനിർത്താനായില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബാറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സിലും വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻമാർ ഒരു ഘട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു. ലോകോത്തര താരം ബ്രയാൻ ലാറയുടെ കരിയർ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ പ്രതാപകാലത്തിൻ്റെ അസ്തമയ സമയത്തായിരുന്നുവെങ്കിലും ഇന്നും ലോക ക്രിക്കറ്റിൽ ബ്രയാൻ ചാൾസ് ലാറയുടെ ഇമ്പാക്റ്റ് എന്തുണ്ടെന്ന് നമുക്കറിയാം. ഏകദിനത്തിലും അവർ രാജാക്കന്മാരായിരുന്നു. നമുക്കറിയാം, ആദ്യ 2 ലോകകപ്പുകളിൽ ജേതാക്കളായിരുന്ന മൈറ്റി വെസ്റ്റ് ഇൻഡീസ്. പക്ഷേ 3-ാം ലോകകപ്പിൽ നമുക്കറിയാം കപിലിൻ്റെ ചെകുത്താന്മാർക്ക് മുന്നിൽ, താരതമ്യേന ആ ലോകകപ്പിൽ ദുർബലരായ ഇന്ത്യക്ക് മുന്നിൽ അവർക്ക് കാലിടറുന്നു. ഒരുപക്ഷെ ഏകദിനത്തിൽ അവരുടെ തകർച്ചയുടെ ആരംഭം അന്നായിരിക്കണം തുടങ്ങിയത്. പിന്നീട് ഒരിക്കലും ആ മേധാവിത്വം ഏകദിന ലോകകപ്പുകളിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. 2007 ലോകകപ്പ് വെസ്റ്റ് ഇൻഡീസിലായിരുന്നു നടന്നത്. അവരുടെ നാട്ടിൽ നടന്ന ലോകകപ്പ് ആകുമ്പോൾ അതിൻ്റെ ആവേശം ഉൾക്കൊണ്ട് അവർ കപ്പടിക്കും എന്ന് കരുതിയിരുന്നു ചിലരെങ്കിലും ആ സമയത്ത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. പിന്നീട് 1.5 പതിറ്റാണ്ടോളം അസ്ഥിരതകൾ നിറഞ്ഞ ഒരു ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. ചിലപ്പോൾ തീർത്തും ദുർബലരോട് തോൽക്കുന്നു, മറ്റു ചിലപ്പോൾ അതിശക്തരെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ടീമായിരുന്നു അത്. 2 തവണ ഏകദിന ലോക കിരീടം ഉയർത്തിയ പ്രതാപം പിന്നീട് വെസ്റ്റ് ഇൻഡീസിന് നഷ്ടമായെങ്കിലും 2012, 16 T20 ലോകകപ്പുകളിൽ ചാമ്പ്യന്മാരായി തിരിച്ചുവരവിൻ്റെ സൂചന നൽകിയിരുന്നു അവർ. ഡാരൻ സാമിയുടെയും ക്രിസ് ഗെയിലിൻ്റെയും മർലോൺ സാമുവൽസിൻ്റെയും ആന്ദ്രെ റസലിൻ്റെയും സിമ്മൺസിൻ്റെയും ബ്രാവോയുടെയും ഒക്കെ കരുത്തിൽ അവർ കുട്ടി ക്രിക്കറ്റിൽ മായാത്ഭുതങ്ങൾ കാട്ടിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ, 2010 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ. എന്നാൽ പിന്നീട് നിറമങ്ങിയതോടെ അവർ 2023 ഏകദിന ലോകകപ്പിനടക്കം കളിക്കാൻ യോഗ്യത കിട്ടാതെ പോയ ചരിത്രമുണ്ട് അവർക്ക്. പക്ഷേ ഇക്കുറി അപ്രതീക്ഷിതമായൊരു നല്ല ടീം കോമ്പിനേഷൻ വെസ്റ്റ് ഇൻഡീസിനുണ്ട്. ഹെറ്റ്മയർ അടക്കമുള്ള, ഷായ് ഹോപ്പ് അടക്കമുള്ള ബാറ്റർമാർ മികച്ച ഫോമിലാണ്. കിരീട പോരാട്ടത്തിൽ മുൻപന്തിയിലാണ് അവർ എന്ന് നമുക്കറിയാം. അവർ കപ്പടിച്ച് ഗൺ ആൻഡ് ഡാൻസ് കളിക്കുമോ എന്ന് ഇനി കണ്ടറിയണം.